എല്ലാവരും ഒന്ന് ചിരിച്ചോണ്ടൊക്കെ ഒന്ന് നിങ്ങളുടെ മേലുള്ള വിളിക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. കർത്താവ് ഓരോ കാലത്ത് നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നിർത്തുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ജീവപുസ്തകത്തിൽ നമ്മുടെ പേരുള്ളതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. നമ്മളെ വിടുവിച്ച വിധങ്ങളെ ഓർത്ത് നമുക്കൊന്ന് സ്തോത്രം പറയാം. നമ്മൾ വിചാരിച്ച പോലെ അല്ല കർത്താവ് നമ്മളെ നടത്തുന്നത്. എല്ലാവരും ഇങ്ങനെ വന്നത് കർത്താവിന്റെ നാമത്തിൽ നിൽക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ച ആൾക്കാരല്ല. ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഞാനൊരു വിശ്വാസിയായിട്ടൊക്കെ ജനിച്ചേ. ഞാൻ CSA ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചേ. ഞാൻ ഓർത്തത് ഞാനാണ് ഏറ്റവും വലിയ ഭക്ത. കാരണം ഞാൻ യേശുപ്പച്ചാന്ന് വിളിച്ചാൽ അവിടുന്ന് വിളി കേൾക്കുമെന്ന് എനിക്കറിയാം. ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യം കേൾക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ കർത്താവിൻ്റെ അടുത്ത് ഒരിക്കൽ ഇടപെട്ടു, നീ എന്നെ അനുസരിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തോ അനുസരിക്കാത്തെ? അന്നൊക്കെ പെന്തിക്കോസുകാർ എൻ്റെ കുടുംബത്തിലും ഉണ്ട്. ഞാൻ അവരെ ഒന്നും വകവയ്ക്കത്തില്ല. കാരണം ഞാൻ ദൈവമായിട്ട് ബന്ധമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അവർ പറയുന്ന കാര്യമൊന്നും കേൾക്കത്തില്ലായിരുന്നു. പക്ഷെ ദൈവം എന്നെ അനുസരണം പഠിപ്പിച്ചു, വചനം അനുസരിക്കാൻ പഠിപ്പിച്ചു. അപ്പൊ ഞാൻ ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറുത്തു പറയാനൊന്നുമില്ല. ആമേൻ. ദൈവത്തിന്റെ സഭയ്ക്കായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവജനത്തിനായിട്ട്, ശ്രേഷ്ഠരായ ദൈവജനത്തിനായിട്ട് ഞാൻ സ്തോത്രം പറയുന്നു. നമുക്ക് ചില വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ. അനന്തരം പിശാചുകളാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തിരുവൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക, നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാളമെന്നും നിന്റെ കൈകൾ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്നും പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ആമേൻ, ആമേൻ. വചനത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയാം. കർത്താവിന്റെ വചനത്തിനകത്ത് ഒരു കാര്യം വെറുതെ എഴുതി വെക്കത്തില്ല. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളടുത്ത് ശക്തമായിട്ട് ഓരോ വാക്കിനകത്തോടും സംസാരിക്കും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഇന്ന് പഠിച്ച കാര്യം ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഒത്തിരി വർഷങ്ങൾ ഇത് പിശാച് യേശുവിനെ പരീക്ഷിച്ചു എന്ന് വരെ മാത്രമേ ഞാൻ പഠിച്ചിരുന്നുള്ളൂ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ജനറലായിട്ട് ഞാൻ അതിനകത്തുനിന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ യേശു 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പം യേശുവിന് വിശന്നു. എന്നിട്ടാണ് പിശാച് വരുന്നത്. അപ്പൊ നമ്മൾ പ്രാർത്ഥനയുടെ മൂർധന്യത്തിൽ നിൽക്കുമ്പോഴും പരീക്ഷകൻ വരും നമ്മുടെ അടുത്ത്. പ്രാർത്ഥനയുടെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഭയങ്കര വിശുദ്ധരാ. പ്രത്യേകിച്ച് ഉപവാസത്തോടെ ഇരിക്കുമ്പോൾ ഭയങ്കര വിശുദ്ധിയും ദൈവഭയവും കൃപയും എല്ലാം നിറഞ്ഞിരിക്കുന്ന സമയം അല്ലേ? നമ്മൾ ഉപവസിക്കുമ്പോൾ അങ്ങനല്ലേ? ദൈവത്തോട് കൂടെ ഇരിക്കുക. ഉപവസിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തോട് കൂടി ഇരിക്കുക എന്നർത്ഥം. എന്നാലും നമ്മൾ ലോകത്തിന്റെ മ്ലേച്ഛതകളൊക്കെ നമ്മൾ അകറ്റി വെച്ചിട്ടാണ് ദൈവത്തിന്റെ സന്നിധി ഇരിക്കുന്നത് അല്ലേ? പക്ഷെ അവിടെയും ആര് വരും? പിശാച് നമ്മളെ പരീക്ഷിക്കാൻ വരും. അതിനകത്ത് ആദ്യത്തെ വാക്കിൽ എഴുതിയിരിക്കുന്നു, പരിശുദ്ധാത്മാവാണ് യേശുവിനെ അങ്ങോട്ട് അയച്ചേക്കുന്നത്. അപ്പം ചില കാര്യങ്ങൾ ദൈവം നമ്മളെ നടത്തും. പരീക്ഷകൾ എല്ലാം എന്താ കർത്താവ് അറിയാതെ അല്ല വരുന്നത്, എല്ലാം കർത്താവ് അറിഞ്ഞുകൊണ്ടാണ് വരുന്നത്. അതിനകത്തൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് അതിനകത്തൊരു പദ്ധതിയുണ്ട്. എന്താ ദൈവത്തിന്റെ പദ്ധതി? അതിനകത്ത് നീ ഉപവസിക്കുന്നല്ലോ, നീ പ്രാർത്ഥിക്കുന്നല്ലോ, നീ പിശാചിനെ തിരിച്ചറിയുന്നുണ്ടോ, അവനെ ജയിക്കാനുള്ള കൃപയുണ്ടോ എന്നാണ് നമ്മളെ അതിനകത്തൂടെ പഠിപ്പിക്കുന്നത് അല്ലേ? എന്നാൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാല് അതിന് ഏറ്റവും അവസാനത്തെ വാക്യം 11-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. നമ്മുടെ ചുറ്റും നമ്മൾ പരീക്ഷ നേരിടുമ്പോഴും ആരുണ്ട് നമ്മുടെ കൂടെ? സ്വർഗമുണ്ട് നമ്മുടെ കൂടെ.
കർത്താവ് നമ്മളെ മാറ്റി ഒരു മുറിക്കകത്തിട്ട് നീ പരീക്ഷ അനുഭവിച്ചു, ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയുന്ന ആളല്ല. ആരുണ്ട്? ദൈവത്തിന്റെ സപ്പോർട്ട് നമുക്കുണ്ട്. സോ നമുക്ക് എപ്പോഴും ഒരു ധാരണ ഉണ്ടാകണം, നമ്മൾ ആത്മീയമായിട്ട് തഴച്ചിരിക്കുമ്പോഴും, നമ്മൾ ആത്മീയമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴും, നമ്മൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടെന്ന് തോന്നിയാലും നമുക്ക് ഒരു ബോധ്യം ഉണ്ടാകണം, യേശു എൻ്റെ കൂടെ ഉണ്ട്. ദൂതന്മാരാരും വേണ്ട, കുഴപ്പമില്ല, ദൂതന്മാരാരും വേണ്ട, പക്ഷെ യേശു എന്നെ വിട്ടുപോകത്തില്ല. കാരണം യേശു ഇതിൽ കൂടെ കടന്നുപോയി. യേശു ഇതിൽ കൂടെ കടന്നുപോയ യേശുവിന് അറിയാമായിരുന്നു എന്താണ് പിശാച് വന്ന് എന്നെ പരീക്ഷിക്കുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന്. യേശു ഇതിൽ കൂടെ കടന്നുപോയി യേശു കണ്ടിട്ടുണ്ട്. സോ നമ്മളോട് സഹിഷ്ണുത കാണിപ്പാൻ കഴിയാത്തവനല്ല നമ്മുടെ മഹാപുരോഹിതൻ എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു. അവൻ എല്ലാ പരീക്ഷകളിലും കൂടി കടന്നുപോയോണ്ട് നമ്മൾ പോകുന്ന എല്ലാ അവസ്ഥയും തിരിച്ചറിയാൻ പറ്റും. ആമേൻ. നമ്മൾ കടന്നു പോകുന്ന എല്ലാ ശോധനയും, എല്ലാ വിഷമവും, എല്ലാ ദേഷ്യവും, എല്ലാ ആങ്സൈറ്റി, എന്തൊക്കെ നമ്മൾ ജീവിതത്തിൽ കടന്നുപോയാലും അത് യേശുവിന് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിപ്പം നമ്മളിരിക്കുന്ന ഓരോരുത്തരും ചില ഘട്ടങ്ങളിൽ നമുക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ, വിശ്വസിച്ചിട്ടുണ്ടല്ലോ. കർത്താവേ, എനിക്ക് തന്നെ ഇരിക്കാൻ പറ്റുന്നില്ല, ആരെങ്കിലും ഒന്ന് ദൂതനെ അയച്ചായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ആരെങ്കിലും എനിക്ക് കൂട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളായിരുന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അന്നേരം വേറെ ആരെയും കണ്ടില്ലെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. കാരണം എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ അടുത്ത് സംസാരിക്കുന്ന കർത്താവിന് എൻ്റെ അവസ്ഥ മനസ്സിലാകുന്നു എന്നുള്ള ബോധ്യം നമുക്ക് നന്നായിട്ടുണ്ടാകണം. നമ്മുടെ പൊട്ടത്തരമാണെങ്കിലും, പൊട്ടത്തരമാണ്, മനുഷ്യൻ്റെ അടുത്ത് പറയാൻ കൊള്ളാത്ത വിഷയമാണ്, നമ്മളെ ജനം കളിയാക്കും, ജനം നമ്മളെ തള്ളും, ജനം നമ്മളെ തള്ളിക്കളയും, വീട്ടിലാന്ന് വെളിയിലാക്കി കളയും. അത്രയ്ക്ക് റിജക്റ്റഡ് ആയിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും യേശു അപ്പച്ചൻ്റെ അടുത്ത് പോയി പറയാനുള്ള ഒരു തൻ്റെ ഇടം നമുക്ക് ഉണ്ടാകണമെന്ന് മാത്രം ഞാൻ ഇന്ന് ഉറപ്പോടെ പറയാം. കാരണം ആ ഒരു തൻ്റെ ഇടം നമുക്ക് ആവശ്യമുണ്ട്. കാരണം യേശുവിന് നമ്മൾ കടന്നു പോകുന്ന എല്ലാ അവസ്ഥയും നമ്മളെ നന്നായിട്ട് മനസ്സിലാകാൻ പറ്റും ജീസസിന്. കാരണം ജീസസ് ഇതിൽ കൂടെ കടന്നു പോയത് കൊണ്ട് ജീസസിന് നമ്മളെ സഹായിക്കാൻ കഴിയും. നമ്മൾ അതിനകത്തുനിന്ന് ജയത്തോടെ ഇറങ്ങി വന്നാൽ എന്തു പറ്റുമെന്ന് അറിയാമോ? സ്വർഗം നമുക്ക് സെർവ് ചെയ്യാൻ ഇറങ്ങി വരും, സ്വർഗം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങി വരും. അത്ര നേരം സ്വർഗത്തിനൊന്നും കാണത്തില്ല, അത്ര നേരം ആരെയും കാണത്തില്ല, അത്ര നേരം വെളിച്ചം കാണത്തില്ല, മുഴുവൻ ഇരുട്ടായിരിക്കും, മുഴുവൻ പേടിയായിരിക്കും, മുഴുവൻ കണ്ണ് തുറക്കാൻ പറ്റത്തില്ല, കണ്ണുനീരായിരിക്കും, വേദനയായിരിക്കും, ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? നമുക്ക് വെപ്രാളമായിരിക്കും. ആമേൻ. പക്ഷെ അതിനെ ഒന്ന് പിടിച്ചു നിൽക്കണം. എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നേ? യേശുവിനടുത്ത് പറയണം, കർത്താവേ, ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്നെ സഹായിക്കണം, സഹായിക്കണം. ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ടിരുന്ന അത് എന്നെ സഹായിക്കണം, നീ അല്ലാതെ എന്നെ വേറെ സഹായിക്കാൻ ആരുമില്ല, എനിക്കറിയാം നീ എന്നെ കേൾക്കുന്നുണ്ടെന്ന്. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അത് കേൾക്കുന്നുണ്ട്, കർത്താവ് നമ്മളെ സഹായിക്കും. ഓക്കെ, എന്നെ ചിന്തിപ്പിച്ച ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്ന് നമുക്ക് ചിന്തിക്കുന്നത്, ആക്ച്വലി ഞാനും അച്ഛനും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞങ്ങളിങ്ങനെ നടക്കാൻ പോയ സമയത്ത് അച്ഛൻ എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു ചോദ്യം ചോദിച്ചു. കാരണം ഞങ്ങൾ ഇങ്ങനെ വാക്യം വെറുതെ വായിച്ചു വിടുന്നവരല്ല, വാക്യം ഞങ്ങൾ അകത്തോട്ട് കയറും. ചിലപ്പം ഞങ്ങൾ എന്തെങ്കിലും പഠിച്ചാൽ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഞാൻ കർത്താവിനെ പഠിപ്പിച്ചു, ഇങ്ങനെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇന്ന ഭാഗം ഞാൻ വായിച്ചു, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. സോ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പിശാച് പരീക്ഷിച്ച കാര്യം എന്തിനാണ് ബൈബിൾ എഴുതിയേക്കുന്നത്? അതിനകത്ത് ഒത്തിരി കാര്യം നമ്മൾ പഠിക്കാനുണ്ടല്ലോ. പിശാച്, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, അല്ലെ? ഇത് 3 കാര്യങ്ങളല്ലേ പിശാച് ഓരോ ഘട്ടമായിട്ട് നമ്മളെ ജീസസിനെ പരീക്ഷിച്ച കാര്യം എഴുതിയേക്കുന്നു. പക്ഷെ ഞാൻ കർത്താവിനടുത്ത് ചോദിച്ചു, കർത്താവേ, ഈ ആദ്യം എഴുതിയേക്കുന്നല്ലോ, പരീക്ഷകൻ വന്ന് കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിന് അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്താ? കർത്താവിന് അവിടെ വിശന്നല്ലോ. 2ാമത്തെ വാക്യത്തിൽ എഴുതിയേക്കുന്നു, അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു കണ്ടോണ്ടാണ് പരീക്ഷകൻ വന്നത്.
വെറുതെ ഇരിക്കുന്ന ജീസസിനെ വെറുതെ ഇരുന്ന് പരീക്ഷിക്കാനല്ല വന്നത്. ജീസസിന് ഒരു സ്ഥലത്ത് വിശപ്പ് വന്നു എന്ന് കണ്ടുകൊണ്ടാണ് വന്നത്. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവിന് വിശന്നിരുന്നല്ലോ, 40 ദിവസമായിട്ട് വെള്ളം ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, വിശന്നു എന്ന് ബൈബിൾ എഴുതിയേക്കുകയും ചെയ്യുന്നല്ലോ. എന്തുകൊണ്ടാ കർത്താവേ ആ കല്ലെന്താ? വേറെ ആരും അവിടെ ഇല്ലല്ലോ. കർത്താവിന് ആ കല്ല് അപ്പമായി തീർന്ന ഒരു ചെറിയ കഷ്ണം ഉണ്ടെങ്കിലും അല്പ തൃപ്തി വരുമായിരുന്നല്ലോ. ആമേൻ, ആമേൻ, ആമേൻ. അപ്പം പിശാച് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, നീ ദൈവപുത്രൻ എങ്കിൽ. ദൈവപുത്രൻ എന്ന് പറഞ്ഞ ആരാ? ദൈവപുത്രൻ എന്ന് പറഞ്ഞ ആരാ? യേശു ദൈവപുത്രൻ എന്ന് പറഞ്ഞാ എന്തോ മനസ്സിലാവുന്നേ? അധികാരമുള്ളവനാണ്, ദൈവിക അധികാരമുള്ളവനാണ്. കർത്താവിന് ആ കല്ല് അപ്പമായിട്ട് ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ആളാണ്. അപ്പം പിശാച് പറയാ, നീ ദൈവപുത്രനാണല്ലോ, നിനക്കതിനുള്ള കഴിവുണ്ട്, നിനക്കതിനുള്ള ശക്തിയുണ്ട്, നിനക്കതിനുള്ള അധികാരമുണ്ട്. എന്തൊക്കെയുള്ള കഴിവുണ്ട്, ശക്തിയുണ്ട്, അധികാരമുണ്ട്. അപ്പോ ഞാൻ ചോദിച്ചു, കർത്താവ് എന്താ അത് വേണ്ടാന്ന് വെച്ചേ? കാരണം ഇനി നടന്ന് ഗ്രാമത്തിൽ പോകാനൊക്കെ സമയം എടുക്കത്തില്ലേ? എന്താ ആ കല്ല അത്രയും വേണ്ടാന്ന് വെച്ച എന്താ? അപ്പൊ ജീസസ് ഒരു കാര്യം എൻ്റെ അടുത്ത് പറയും, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ തൊട്ടത്. ജീസസ് പറഞ്ഞത്, ഞാൻ പിതാവിനെ അനുസരിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞേ, ഐ ഒബേ മൈ ഫാദർ എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ആരെയും അനുസരിക്കത്തില്ല. ആമേൻ. ഞാൻ പിതാവിനെ അനുസരിക്കും, ഞാൻ വേറെ ആരെയും അനുസരിക്കത്തില്ല. അത് ഒത്തിരി എക്സാമ്പിൾ പിന്നെ എനിക്ക് മനസ്സിലായി. ഒത്തിരി എക്സാമ്പിൾ. നീ എന്തിനാ ഇവിടെ പ്രസംഗിക്കുന്നേ എന്ന് പറയുമ്പം എന്താണ്ടാ പരീക്ഷന്മാർ നിന്നെ പിടിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ പറയാ ഞാൻ ഇന്നും പ്രസംഗിക്കും, നാളെയും പ്രസംഗിക്കും, ഞാൻ ഇന്നും സൗഖ്യമാക്കും, നാളെയും സൗഖ്യമാക്കും, നീ ആ നായടത്ത് പോയി പറഞ്ഞോളാൻ പറഞ്ഞു. എന്തോ ഒരു വാക്ക് പറയുന്നുണ്ട് അവിടെ, കുറുക്കൻ്റെ അടുത്ത് പറഞ്ഞോളാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ വേറെ ആരെയും അനുസരിക്കും, ലോയ്ക്ക് കീഴ്പ്പെടും. യേശു ലോയ്ക്ക് കീഴ്പ്പെടും, നിയമത്തിന് കീഴ്പ്പെടും. പക്ഷെ നിയമം വെറുതെ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിപ്പിക്കാനാ നിയമമെങ്കിൽ അതിനെ കീഴ്പ്പെടത്തില്ല. നിയമം എന്താണോ അത് ചെയ്യും. കൈസർക്കുള്ളത് കൊടുക്കാൻ കൈസറിന് കൊടുക്കാൻ പറയും, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കാൻ പറയും. സോ നിയമത്തിന് കീഴടങ്ങും. അതിന് മേളിലോട്ടോ താഴോട്ടോ ജീസസ് വളഞ്ഞു കൊടുക്കത്തില്ല. കർത്താവ് നമ്മുടെ അടുത്ത് പറയുന്ന കാര്യം ഇതാണ്, നമ്മൾ ആരെ അനുസരിക്കണം? കർത്താവിനെ അനുസരിക്കണം. അച്ഛൻ ഇന്ന് പറഞ്ഞു വെച്ചത് അതാണ്, വചനം അനുസരിക്കണം. വചനത്തിന് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിന് കീഴോട്ടും മേലോട്ടും പോകേണ്ട ഫ്രീഡം ഇല്ല. നമുക്ക് ഫ്രീഡം ഇല്ല. നമ്മൾ അതിന് കീഴോട്ടോ മേലോട്ടോ പോയാൽ ആര് വരും? പിശാച് അവിടെ ജയമെടുക്കും. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമുണ്ട്, കഴിവുണ്ട്, ശക്തിയുണ്ട്. എനിക്ക് കോപിക്കാനുള്ള കഴിവുണ്ട്, അല്ലേ? എനിക്ക് കോപിക്കാനുള്ള അധികാരമുണ്ട്, എനിക്ക് കോപിക്കാനുള്ള ശക്തിയുണ്ട്. എത്ര വേണമെങ്കിലും കോപിക്കാം. പക്ഷേ എൻ്റെ അകത്ത് ആ വിശപ്പ് എന്തിനു വേണ്ടിയാ? കോപിക്കണം എന്നുള്ള വിശപ്പ് എന്തിനു വേണ്ടിയാ? ആ വിശപ്പിനെ ഞാൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുവെങ്കിൽ പരീക്ഷകൻ അവിടെ ജയിച്ചു. എൻ്റെ വിശപ്പ് എന്താ? ഇവനിട്ട് നല്ലൊരെണ്ണം കൊടുക്കണം, അല്ല ഇവളെ നല്ലയിടന്ന് വഴക്ക് പറയണം, എന്നാൽ എനിക്ക് തൃപ്തി ആവത്തുള്ളൂ. യേശു പറഞ്ഞു, ഞാൻ ആ കല്ല് അങ്ങനെ ഇട്ടത് എൻ്റെ വിശപ്പ് തീർക്കാൻ വേണ്ടി. ഞാൻ അതിനെ അപ്പമാക്കി തീർന്നാൽ ഞാൻ ആരെ അനുസരിച്ചു? പിശാചിനെ അനുസരിച്ചു. സോ എനിക്കൊരു ദേഷ്യമുണ്ട്, ഒരാളുടെ അടുത്ത് ദേഷ്യമുണ്ട്, എനിക്ക് അവൻ്റെ അടുത്ത് ദേഷ്യം തീർക്കണം. അപ്പൊ എനിക്കെന്താ വിശപ്പ്? ദേഷ്യം തീർക്കണം. അപ്പൊ അവിടെ ഒരു കല്ല് കിടപ്പുണ്ട്. ഈ കല്ല് എനിക്ക് തൃപ്തിയാകുന്ന വണ്ണം ഞാനത് അപ്പമായിട്ട് തീരാൻ പറയും, അല്ലേ? എന്താ? ഞാൻ എൻ്റെ അകത്ത് കുറെ വാക്കുകളും കുറെ വികാരം എല്ലാം കൂടി ഇട്ടിട്ട് ഞാനതിനെ എടുത്ത്
എടുത്തങ്ങോട്ട് ഇടും. അന്നേരം എൻ്റെ തൃപ്തിയാവും, എനിക്ക് തൃപ്തിയാവും, എൻ്റെ വിശപ്പ് അടങ്ങും. ആരവിടെ ജയിച്ചേ? സാത്താൻ അവിടെ ജയിച്ചു. അന്നേരം പിതാവ് പറഞ്ഞു കേട്ടോ, ഞാൻ സാത്താൻ പറഞ്ഞത് കേട്ടോ? സാത്താൻ പറഞ്ഞു കേട്ടു. ആരവിടെ ജയിച്ചേ? പിശാച് ജയിച്ചു. ഞാനപ്പൊ തോറ്റു. ആരാ എൻ്റെ അടുത്ത് അന്നേരം വന്ന് ശുശ്രൂഷിക്കുന്നേ? പിശാചിന്റെ ദൂതന്മാർ വന്ന് എന്നെ ശുശ്രൂഷിക്കും. ദൈവത്തിന്റെ ദൂതന്മാർക്ക് അവിടെ പ്രവേശനമില്ല. കാരണം ഞാൻ ആർക്ക് അനുവാദം കൊടുത്തേ? പിശാചിന്റെ കിങ്ഡത്തിന് അധികാരം കൊടുത്തു. കാരണം ജീസസ് ആ കല്ല് അപ്പമാകാൻ പറഞ്ഞായിരുന്നെങ്കിൽ, അത് കഴുകുകയും കൂടെ ചെയ്തായിരുന്നെങ്കിൽ, അതിനുള്ള കാര്യം നമുക്ക് പറയാം. ഒരു വാക്യമുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല, ലോകത്തിന്റെ പ്രഭു വരും, അവർ എന്നോട് ഒരു കാര്യമുണ്ട്. ഒന്ന് ഒരുമിച്ച് വായിക്കാമോ അത്? ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല, ലോകത്തിന്റെ പ്രഭു വരും, അവൻ എന്നോട് ഒരു കാര്യമില്ല. അവന് എന്നോട് ഒരു കാര്യവുമില്ല. അവന് എന്നോട് ഒരു കാര്യവുമില്ല. യേശു എത്ര തന്റെ ഇടത്തോടായി കാര്യം പറയുന്നേ. ലോകത്തിന്റെ പ്രഭുവാ വരുന്നേ. ലോകത്തിന്റെ പ്രഭു. ലോകത്തിന് എങ്ങനെയാ പ്രഭുവായത്? ആ പ്രഭുത്വം കിട്ടിയത് എങ്ങനെയാ? ആദം ഹവ്വയും ആ പ്രഭുത്വം കൊടുത്തു അല്ലേ? പ്രഭുത്വം ദൈവം അവർക്ക് കൊടുത്ത അധികാരം അവര് പിശാചിനെ അനുസരിച്ചത് കൊണ്ട് അവർക്കുണ്ടായിരുന്ന അധികാരം ലോകത്തിന്റെ പ്രഭുവിന് കിട്ടി. ആമേൻ. അപ്പം നമ്മൾ ചെയ്യുന്ന ചെറിയ കോപമേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്ന ചെറിയൊരു കള്ളത്തരമേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്ന ചെറിയൊരു ജലസിയേ ഉള്ളൂ. ജലസി എന്ന് പറഞ്ഞാൽ എന്തുവാ? അസൂയ. അസൂയൊന്നും എന്താ? സിസ്റ്ററിന്റെ ദുപ്പട്ടയുടെ കളറാണെങ്കിൽ എനിക്ക് കണ്ടിട്ട് ഭയങ്കര സന്തോഷം. അന്നേരം സന്തോഷമാണോ അതിനകത്ത് അസൂയാണോ? അടുത്ത വീട്ടിലെ പുതിയ കാറ് വാങ്ങി, ആ ആളെ ഒന്ന് സ്നേഹത്തോടെ പുതിയ കാറൊക്കെ കിട്ടിയല്ലോ, ദൈവം അനുഗ്രഹിച്ചല്ലോ എന്ന് സന്തോഷത്തോടെ നിറഞ്ഞൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ പറ്റുമോ? എടാ ഭയങ്കര, നീ പോയി വേഗം ഒരു കാറൊക്കെ വാങ്ങിച്ചു പോയി, എനിക്ക് എപ്പോഴാണ് നീ ഒരു കാറ് കിട്ടുന്നേ? അതിനെന്താ പറയുന്നേ? അതിന് അസൂയ എന്നാ പറയുന്നേ. അപ്പൊ ആ അസൂയ നമ്മൾ എങ്ങനെ അതിനെ അപ്പമാകാൻ പറയുന്നേ? നമ്മൾ അതിനെ നർച്ചർ ചെയ്യും. നമ്മുടെ ഹാർട്ടിനകത്ത്, നമ്മുടെ ഹൃദയത്തിനകത്ത് കൊണ്ടിങ്ങനെ താലോലിക്കും. എന്നാലും അവൻ അത് വാങ്ങിച്ചല്ലോ, അവന് വലിയ കാറ് കിട്ടി, എനിക്കിനി എപ്പോഴാ എന്റെ മോന്റെ അടുത്ത് പറഞ്ഞിട്ട് അടുത്ത കാർ എനിക്ക് വേണം അല്ലേ? നമ്മുടെ മനസ്സിനകത്ത് ഇതങ്ങ് ദേഷ്യവും നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും. ആമേൻ. അപ്പൊ നമുക്ക് മനസ്സിലാവണം നമ്മുടെ അകത്ത് അസൂയ ഉണ്ട്. അന്നേരം നമ്മൾ പറയണം, എങ്ങനെയാണ് ജയിക്കാൻ പറ്റുന്നേ? ജയിക്കാൻ പറ്റുന്നത് ജീസസ് പറഞ്ഞ പോലെ, ആ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടെ കടന്നു വരുന്ന സകല വചനങ്ങളും കൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ അസൂയയോടത്ത് എങ്ങനെയാ പറയുന്നേ? ഈ അസൂയ കൊണ്ട് എൻ്റെ വിശപ്പ് അടങ്ങത്തില്ല, ദൈവത്തിന്റെ വചനം മാത്രമേ എൻ്റെ വിശപ്പ്, നന്മയും കരുണയും എൻ്റെ പിന്നാലെ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോ അസൂയപ്പെട്ടിട്ട് ഒന്നും അതിനോട് കൂടാൻ പോകുന്നില്ല. ആമേൻ. ആമേൻ. കർത്താവ് അച്ഛൻ പറഞ്ഞു, കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നമ്മള് കർത്താവിനെ വിശ്വസ്തരായിട്ട് സേവിക്കുന്നുണ്ടെങ്കിൽ നന്മയും കരുണയും വന്നേലേ പറ്റൂ. അപ്പം ദൈവം തരും, തക്ക സമയത്ത് കാറ് തന്നോളും. പക്ഷെ നമുക്കതിന് അടുത്തൊരാളെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ സ്നേഹത്തോടെ, സന്തോഷമുണ്ടല്ലോ, സന്തോഷമായി കേട്ടോ, എനിക്ക് സന്തോഷമായി, നിങ്ങൾ പുതിയ കാറ് വാങ്ങിച്ചാൽ എനിക്ക് സന്തോഷമായി, നമ്മളെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ഭാവം ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റണം. നമ്മൾ പുറത്ത് പറയുകയല്ല, നമ്മൾ വെറുതെ വായും കൊണ്ട് പറയല്ല, നമ്മുടെ അകത്തിരിക്കുന്ന ഭാവം നമ്മളൊന്ന് തൂക്കി നോക്കണം. ഇതിന് സ്നേഹം ഉണ്ടോ അതോ ഞാനിങ്ങനെ നാടകം കളിക്കുകയാണോ? സ്നേഹം ഇല്ല എങ്കിൽ കുഴപ്പമില്ല, കർത്താവിന്റെ അടുത്ത് പോയി പറഞ്ഞാൽ മതി, കർത്താവ് എനിക്ക് സ്നേഹമൊന്നും വരുന്നില്ല, എന്നെ ഒന്ന് സൗഖ്യമാക്ക്, എനിക്ക് ഇച്ചിരി ജലസിയുടെ അകത്ത് കിടപ്പുണ്ട്,
അതെങ്ങനെ എൻ്റെ അകത്ത് ജലസി കുറച്ച് വന്നത്? കുറെ കല്ലുകൾ അപ്പങ്ങളായി നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. ഇത് ഉടനെ ഒറ്റയടിക്കൊന്നും വരുന്നതല്ല കേട്ടോ. ഈ ജലസി ഒന്നും ഒറ്റയടിക്ക് ഉണ്ടായി ഇങ്ങനെ വരുന്നതല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ. അതുകൊണ്ട് ഈ യേശുവിനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് പിശാച് ഇവിടെ പരീക്ഷിക്കുന്ന കാണുന്നത്. ഒന്നാമത്തെ ഘട്ടം ഏറ്റവും ചെറിയ കാര്യമാണ്, ആരും കാണത്തില്ല. ഈ കല്ലൊന്ന് അപ്പമാകാൻ പറഞ്ഞു. രണ്ടാമത്തെ എന്ത് പറയുന്നു? നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, ദൈവത്തിനെ പരീക്ഷിക്കാൻ പറയുന്നു. പിന്നെ അവസാനം പറയുന്നത് നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ കൊള്ളാം, അല്ലേ? സോ ഇതിനെല്ലാം ഓരോ ലെവൽ ഓഫ് പരീക്ഷകളാണ്. ഇപ്പൊ ഞാൻ സംസാരിച്ചത് എല്ലാം കല്ലുകളാ, കൊച്ചു കല്ലുകളാ. നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ കല്ലുകൾക്ക് അനുവാദം കൊടുത്താണ് നമ്മൾ കുറെ കല്ലുകൾ അപ്പമാക്കി നമ്മുടെ ജീവിതത്തിൽ. നമ്മളുടെ ജീവിതത്തിനകത്ത് ചില കോപവും ശാഠ്യവും, ഞാനത് വായിക്കാം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളാ, അതൊക്കെ കൊച്ചു കൊച്ചു കല്ലുകളാ. അതെല്ലാം നമ്മള് അപ്പമാക്കി, ഇഷ്ടമുള്ളപ്പോ അപ്പമാക്കി നമ്മൾ യൂസ് ചെയ്തു. ആരും അറിയില്ല, നമ്മൾ പോലും അറിയില്ല. കാരണം ആർക്കാ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായത്? നമുക്ക് അന്നേരം ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, അല്ലേ? ഒരു തൃപ്തി. അവൻ എന്നിട്ട് 2 പറഞ്ഞപ്പോ ഒരു തൃപ്തി. അവന്റെ എൻ്റെ അയലോക്കക്കാരുടെ അടുത്ത് കുറച്ച് ഹൃദയത്തിനകത്ത് കുറച്ച് ദേഷ്യപ്പെട്ടു. അവള് പോകുന്ന പോക്ക് ശരിയല്ല, അവളുടെ പാട്ട് ശരിയല്ല, അവളുടെ പ്രാർത്ഥന ശരിയല്ല, അവളുടെ നടപ്പ് ശരിയല്ല. കുറെ നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ തന്നെ പറഞ്ഞു, വേറെ ആരും കേട്ടില്ല. നമ്മൾ അതെല്ലാം എന്ത് ചെയ്യുമായിരുന്നു? ഓരോ കല്ലുകൾ നമ്മൾ അപ്പമാക്കി എടുത്തു. ഒന്ന് പറഞ്ഞേ, എനിക്ക് ഒരു കല്ലും ഇനി അപ്പമാക്കണ്ട. എനിക്ക് ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കണം. യേശു പറഞ്ഞ വാക്ക് ഒന്ന് വായിച്ചേ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഒന്ന് വായിച്ചേ. സോ നമുക്കിനി ഇപ്പം നമ്മള് ഇത്രയും വായിച്ചു കഴിഞ്ഞു, നമ്മള് ഭയങ്കര പുണ്യവാന്മാരായി, അല്ലേ? ഇറങ്ങി വരുമ്പോ നമ്മൾ സാധാരണ ലോകത്തിലേക്കല്ലേ കിടക്കുന്നേ, അല്ലേ? അപ്പം എന്താ നമ്മൾ പറയണ്ടേ? വീട്ടിൽ വരുമ്പോ ചിലപ്പം അച്ചാച്ചനൊന്ന് ദേഷിച്ചെന്നിരിക്കും. അന്നേരം അച്ചാച്ചനെക്കാട്ടി കൂടുതൽ 1 ഡിഗ്രിയും കൂടെ കൂടുതൽ നമ്മൾ ദേഷിക്കും, അല്ലെ? പിള്ളേരെടുത്ത് നമ്മുടെ ദേഷ്യം തീരുന്നിടം വരെ അവരെ ചെറുപറാന്ന് വഴക്ക് പറയും. സോ നമ്മളെ തന്നെ ഒന്ന് നോക്കാം, നമ്മുടെ അകത്തോട്ടൊന്ന് നോക്കാൻ പറ്റണം. ഇത് ഞാൻ സ്നേഹത്തിലാണോ ചെയ്തേ? ഇത് ദൈവത്തിന് എന്തെങ്കിലും മഹത്വം ഉണ്ടാവുന്നുണ്ടോ? അല്ലെങ്കിൽ പറയണം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നേ എന്നൊരു വാക്യം നമുക്ക് തിരിച്ചു പറയാൻ പറ്റെങ്കിൽ ആ കല്ലപ്പം ആകത്തില്ല. മനസ്സിലായോ? നമുക്ക് ഒരു എതിർവികാരം ഉണ്ടായി, ഒരു പിശാചിന്റെ പരീക്ഷ കൊണ്ടുവന്ന ഒരു വികാരം ഉണ്ടായി, അതൊരു കല്ലാന്ന് വെച്ചോ. ഓക്കെ, നമ്മൾ അതിനെ തൃപ്തിപ്പെടുത്തുന്നില്ല. അതിന് പകരം നമ്മൾ ഈ വാക്യം ഒന്ന് വായിച്ചാല്, ഈ വാക്യം ഒന്ന് പറഞ്ഞാല് ആ കല്ലായിട്ട് തന്നെ കിടക്കാതെ അപ്പം ആകത്തില്ല. അങ്ങനെ കർത്താവ് എന്തിനാ ഇത് പറഞ്ഞേക്കുന്നേ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ നിമിഷത്തെയും പരീക്ഷയെ അതിജീവിക്കാനായിട്ടാ ജീസസ് ഇത് പറഞ്ഞു. ഇതൊരു ഫോർമുലയാണ്. മറക്കല്ല. ഈ വചനത്തിനകത്തെ കർത്താവിന്റെ വചനം വാളാണ്. എവിടെ നമ്മൾ വാൾ ഉപയോഗിക്കുന്നേ? ഈ പറഞ്ഞ വാക്യത്തിന് വല്ല മൂർച്ചയുണ്ടോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തോ മൂർച്ച. അപ്പം തന്നെ സോഫ്റ്റാ. കല്ലാണെങ്കിൽ, ഒരു കൊച്ചു കല്ലാണെങ്കിൽ എവിടെ പോയി കൊള്ളാനാ? പക്ഷെ പിശാച് വിറയ്ക്കും. ഈ വചനം നമ്മുടെ വായിലൊന്ന് വന്ന്, നമ്മുടെ ഹൃദയത്തിലൊന്ന് വന്നു കഴിഞ്ഞാൽ പിശാച് വിറയ്ക്കും. ആ കല്ല് അപ്പമാകത്തില്ല. ആമേൻ. ആ കല്ല് അപ്പമാകത്തില്ല. കർത്താവിന്റെ വചനത്തിനായിട്ട് സ്തോത്രം. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പലരും അന്വേഷിച്ചിട്ടും കണ്ടു കിട്ടാത്തത് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് ഈ ബുക്ക് മതി.
ഇന്ന് കർത്താവിന്റെ ദാസൻ ഇതിനു മുമ്പ് സംസാരിച്ച മുമ്പ് പറഞ്ഞു, അബ്രഹാം പിതാവ് പറയുന്നു അവിടെ അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട് അല്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇതുണ്ട്. വേറെ ആരും സ്വർഗത്തിൽ നിന്ന് അടുത്ത് നമുക്ക് പറഞ്ഞു തരണ്ട. സോ നമ്മൾ ഇന്നൊരു തീരുമാനമെടുത്തു. ഒന്ന്, നമ്മൾ അലേർട്ട് ആയിരിക്കണം. നമുക്കൊരു എന്താ പറയുന്ന ഒരു അലേർട്ട്നെസ് എന്ന് പറഞ്ഞാൽ ഒരു ജാഗ്രത ഉണ്ടാകണം. എന്താ ജാഗ്രത? എന്റെ മനസ്സിൽ കൂടെ പോകുന്ന കാര്യങ്ങൾ ഞാൻ കല്ലിനെ അപ്പമാക്കാൻ പറയുന്ന കാര്യങ്ങളാണോ? വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം ഇത് ലോകത്തൊറ്റ വ്യക്തിയും അറിയില്ല. ദൈവത്തിനറിയാം, പിശാചിനറിയാം. നമ്മൾ അതിനെ ജയിച്ച് ചെല്ലുമ്പോഴേ ഓരോ ജയം കഴിയുമ്പോഴും കർത്താവേ ഇങ്ങനെ ഓരോ പരീക്ഷകൾ വന്നുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞിട്ടാ പിന്നെ പിശാച് അടുത്ത കൊണ്ടുവരുന്നേ. നീ ഇതിനകത്തുനിന്ന് പുറത്ത് ഒന്ന് ചാടി നോക്ക്, ദൂതന്മാർ നിന്നെ. ആദ്യത്തേനകത്ത് തോറ്റു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തോറ്റു കിടക്കും. പിന്നെ നമ്മൾ കർത്താവുമായിട്ട് ബന്ധം കാണത്തില്ല. ഇന്ന് ദൈവത്തിന്റെ ദാസൻ അത് തന്നെ സംസാരിച്ചു. ദൈവം പറയാ, യേശു പറയാ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്തൊരവസ്ഥയാ! നമ്മൾ ഈ പഴിയും ദുഷിയും എല്ലാം കേട്ട് ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ച് സഭയും വലിയ കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് നമ്മളിങ്ങനെ കർത്താവിന് വേണ്ടി നിന്നിട്ട് കർത്താവിന് നമ്മളെ അറിയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ലൈഫാ. എന്തിനാ പിന്നെ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഈ 40-50 വർഷം ജീവിക്കുന്നേ? നമുക്ക് കർത്താവിനെ ഒന്ന് അറിയണം. നമ്മൾ ഈ പരീക്ഷ ജയിച്ചാലേ പിശാചും അറിയും, ദൈവം അതിന് മുമ്പേ അറിയും. അന്നേരം ദൂതന്മാർ വന്ന് ഓരോ പ്രാവശ്യം നമ്മൾ ജയിക്കുമ്പോഴും ദൂതന്മാർ നമ്മളെ പരിചരിക്കാനായിട്ട് വരും. കൃപ ഒഴുകും. കൃപ വേണ്ടേ നമുക്ക്? നമുക്ക് പാട്ട് പാടാനുള്ള കൃപയല്ല വേണ്ടിയേ, പ്രവചിക്കാനുള്ള കൃപയല്ല വേണ്ടിയേ, ജീവിക്കാൻ കൃപ വേണം. നമ്മളെ പ്രത്യേകിച്ച് ആരും തിരിച്ചറിയണ്ട. നമ്മൾ വലിയ പുണ്യവതിയാണെന്നൊന്നും ആരുടെ ക്ലെയിം വേണ്ട. പക്ഷേ ഇവിടെ ഒരു വ്യാപാരമുണ്ട്, ഒരു ദേശാധിപതി ശക്തിയുണ്ട്. ശക്തി തിരിച്ചറിയും. കൃപ ഇവിടോട്ട് ഒഴുകുന്നുണ്ട്, ഇവളുടെ അടുത്ത് വരാൻ പാടില്ല, ഇവൾ പ്രാർത്ഥിച്ചാൽ എനിക്ക് ഇവിടെ നിൽക്കണിയില്ല. ആമേൻ. സോ കർത്താവ് നമ്മുടെ അടുത്ത് പറയുന്നത്, നീ എന്തിനാ ജയിക്കേണ്ടത്? നീ ശക്തിയായിട്ട് എഴുന്നേൽക്കണമെങ്കിൽ ഈ കൊച്ചു കല്ലുകളെ ജയിക്കണം. നീ എല്ലാ അപ്പത്തിനും വേണ്ടി വിശപ്പോടെ നിന്നിട്ട് എല്ലാ കല്ലും അപ്പമാകാൻ പറയരുത്. നീ ജയിക്കണം. കാരണം നീ നിൽക്കുന്ന ഒരു വലിയ ദേശാധിപതി ശക്തിയുടെ മുമ്പിലാണ്. അവൻ നിന്നെ പൊടിയാക്കി കളയും. ഈ ചെറിയ കാര്യത്തിൽ നീ ജയിച്ചാലേ അടുത്ത കാര്യത്തിൽ നിനക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം പറയും, ഓ ഇത്രയും ദിവസം ഞാൻ ചെയ്തു പോയല്ലോ, ഇത്രയും ദിവസം ഞാൻ തെറ്റുപറ്റി ചെയ്തു പോയല്ലോ, ഇത്രയും ദിവസം കഴിഞ്ഞു പോട്ടെ, ഇന്നൊരു തീരുമാനം എടുക്കാമോ? നമുക്കൊരു തീരുമാനം എടുക്കാമോ? എൻ്റെ കൂടെ ഒന്ന് പറയാമോ? യേശു കർത്താവേ, എനിക്ക് കൃപ വേണം. എനിക്ക് എൻ്റെ മുമ്പിൽ വരുന്ന കല്ലുകളെല്ലാം അപ്പമാകാൻ എന്നെ അനുവദിക്കരുത്. കല്ല് കല്ലായിട്ട് കിടക്കണം. കല്ലേതാന്ന് തിരിച്ചറിയാനുള്ള കൃപ വേണം. കൃപ എൻ്റെ മേൽ ഒഴുകണം. എനിക്ക് തന്നെ പറ്റത്തില്ല, എനിക്ക് അവിടുത്തെ കൃപ വേണം. ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ മേലെ കൃപ ഒഴുകും. കർത്താവിന്റെ വചനം പറയുന്ന പ്രൗഡായിട്ടിരിക്കുന്നവർക്ക് കൃപ കിട്ടത്തില്ല. താഴ്മ ഉള്ളിടത്ത് കൃപ വിടും. എന്നുവെച്ചാല് ഈ വെള്ളം എങ്ങനെ ഒഴുകുന്നേ? വെള്ളം ഇങ്ങനെ കയറിയല്ലല്ലോ പോകുന്നേ. ഈ വെള്ളം വളരെ സ്മൂത്താ. ഈ വെള്ളം ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇങ്ങനെ ഇടിച്ചു കയറി മേളിലോട്ട് പോകുന്ന പോലെ അല്ല, കൊടുങ്കാറ്റ് പോലെ വരുന്നതല്ല. ഇത് നല്ലതായിട്ട് സ്മൂത്ത് ലെവലിൽ ഒഴുകുന്നു. എന്നിട്ട് താഴോട്ട് ഒഴുകും. താഴോട്ട് ഒഴുകുമ്പോ എന്താ പറ്റുന്നേ? കൃപ നമ്മളിലോട്ട് ഒഴുകും. എങ്ങനെയാ നമ്മൾ താഴെ ഉണ്ടെന്ന് അറിയുന്നേ? കർത്താവിൽ എത്രത്തോളം ആശ്രയിക്കുന്നോ അതാണ് നമ്മളെ താഴ്മ.
എത്രത്തോളം എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് തന്നെത്താൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ടോ, അതാണ് നമ്മുടെ താഴ്മ. താഴ്മയുള്ളിടത്ത് കൃപ ഒഴുകും. കർത്താവ് നമ്മളെ എന്തിനാ വിളിച്ചു വരുത്തിയേ? നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ മാത്രമല്ല, നമ്മളായിരിക്കുന്ന ദേശത്തിൽ, നമ്മളായിരിക്കുന്ന കുടുംബത്തിൽ ചില ദൈവത്തിനു വേണ്ടി വാക്കുകൾ പറയാൻ, കരങ്ങൾ നീട്ടാൻ, ചില വ്യക്തികളെ നേടാൻ, ചില ശക്തികളെ ഓടിക്കാൻ, ചില അന്ധകാരത്തിനെ എതിർത്ത് നിൽക്കാൻ. ആമേൻ. എന്തിനാ നമ്മളെ എഴുന്നേൽപ്പിച്ചേക്കുന്നേ? ഞാൻ എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞാൽ മാത്രം നിൽക്കാനല്ല, ചില യുദ്ധങ്ങൾ ചെയ്യാൻ എന്റെ കൈ കൊണ്ട് പറ്റുമോ? ഈ യുദ്ധമൊക്കെ എന്റെ കൊണ്ട് പറ്റുമോ? കർത്താവ് പഠിപ്പിക്കുന്ന യുദ്ധത്തിന്റെ ആദ്യ പടിയാണ് നീ കല്ലുകളെ തിരിച്ചറിയണം. പിശാച് പറയുന്ന പോലെ എല്ലാ കല്ലും അപ്പമായിട്ട് തീരാൻ പറഞ്ഞ അവൻ നിന്റെ തലക്കരി നൃത്തമാടും. കല്ലുകളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? ആമേൻ, ആമേൻ. നമുക്ക് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഒന്ന് വായിക്കാം. ആത്മാവിനെ അനുസരിച്ച് നടത്തി, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ആത്മാവിലാക്ഷം ജഡത്തിന് വിരോധമായിരിക്കും. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാമെന്ന് അവ തമ്മിൽ പ്രതികൂലമല്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആവിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ഒന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയും. ആമേൻ, ആമേൻ. അപ്പം വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചേക്കുക. ദ്വന്ദ്പക്ഷം എന്ന കല്ല് അപ്പമാകാൻ പറയില്ല, ഭിന്നത എന്ന കല്ല് അപ്പമാകാൻ പറയല്ല, അസൂയ എന്ന കല്ല് അപ്പമാകാൻ പറയല്ല, മദ്യപാനത്തിന്റെ ആസക്തി അപ്പമാകാൻ പറയരുത്, വെറിക്കൂത്ത് അതിന് മുമ്പത്തെ വാക്യം നേരത്തെ അപ്പമാകാൻ പറയരുത്. അശുദ്ധി, അശുദ്ധി. എന്താ അശുദ്ധി? നമ്മുടെ സോളിനെ അശുദ്ധമാക്കുന്ന എല്ലാം, നമ്മളത് കണ്ണുകൊണ്ട് കാണുവോ, ചെവി കൊണ്ട് കേൾക്കുവോ, കൈ കൊണ്ട് തൊടുവോ, നടന്നു പോയി കയറുവോ, എന്ത് ചെയ്താലും നമ്മുടെ സോളിനെ, നമ്മുടെ ആത്മാവിനെ കളങ്കപ്പെടുത്തുന്ന എല്ലാം അശുദ്ധിയാണ്. അന്നേരം നമുക്കൊരു വലിയ ആഗ്രഹം നമ്മുടെ ശരീരത്തിൽ തോന്നും, അതിനെ നമ്മൾക്ക് നിറവേറ്റി കൊടുക്കണമെന്നും തോന്നും. ഇത്രയും നാൾ നിറവേറ്റി, മതി 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 എന്ന് പറ. മതി, ഇനി മതി, ഇനി വേണ്ട. ഇൻ ജീസസ് നെയിം ഇനി വേണ്ട. ദുഷ്കാമം ആരും അറിയാത്ത കാര്യങ്ങളാണ്. കുറെ കല്ലുകൾ അപ്പമാക്കി നമ്മൾ. ഇനി മതി, ഇൻ ജീസസ് നെയിം മതി. യേശു നാമത്തിൽ ദുഷ്കാമം മതി. നിക്ക്, ഇൻ ജീസസ് നെയിം നിക്ക്. വിഗ്രഹാരാധന, കുറെ വിഗ്രഹങ്ങളെ വിട്ടിട്ടാ വന്നേക്കുന്നേ, പക്ഷെ കുറെ വിഗ്രഹങ്ങൾ പിന്നെയും കിടക്കുക. ഓക്കെ, നമ്മൾ വിഗ്രഹമൊന്നും പറ്റത്തില്ല കേട്ടോ. നമുക്ക് ബൈബിളിനകത്തൊന്നും വിഗ്രഹമൊന്നും പറ്റത്തില്ല. പക്ഷെ നമുക്ക് കുറെ വിഗ്രഹങ്ങളുണ്ട്. നമുക്ക് ഇന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ പാടൂ, നമുക്ക് ഇന്ന ഫുഡേ കഴിക്കാവൂ, ഇന്ന ഹോട്ടലിലെ കഴിക്കാവൂ, കുറച്ച് നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മുടെ വിഗ്രഹമാണ്. യേശു നാമത്തിൽ മതി. എവിടൊക്കെ നമുക്ക് ശാഠ്യം തോന്നുന്നോ അവിടെ ഒരു വിഗ്രഹമുണ്ട്. എവിടൊക്കെ നമുക്കൊരു നിർബന്ധം തോന്നുന്നോ, ഇതെനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇങ്ങനെ പറ്റത്തില്ല, എനിക്കിങ്ങനെ പറ്റത്തില്ല, നിങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്തോ, എനിക്കിങ്ങനെ പറ്റത്തില്ല. അടുത്തത്
ആഭിചാരം, ആഭിചാരം. പക, In Jesus name. പക. പകയൊക്കെ വെച്ചിട്ട് സ്വർഗത്തിൽ കയറത്തില്ലെന്നാ പറയുന്നേ. ശരി, ഒരിക്കൽ പകച്ചു. ഞാൻ നാളെ ക്ഷമ ചോദിച്ചോളാം, കുഴപ്പമില്ല. പക്ഷെ ആര് കേറി? അപ്പത്തേക്ക് പിശാച് കേറി. അപ്പമായി കഴിക്കാൻ പാകത്തിന് അപ്പമായി. പകയെ നമ്മള് അപ്പമാകാൻ പറഞ്ഞു. പിണക്കം. ഞാൻ ഇനി അവളെ കണ്ടാല് മിണ്ടത്തില്ല. എനിക്ക് അവൾ അത്രയ്ക്കും ക്രൂരത എൻ്റെ അടുത്ത് ചെയ്തിട്ടുള്ളേ. ഞാന് ആ അപ്പം കല്ല് അപ്പമായി. ആര് ജയിച്ചവിടെ? ഒന്ന് പറഞ്ഞേ, മതി. ഇൻ ജീസസ് നെയിം. യേശു നാമത്തിൽ മതി. അത് ആരുടെ പറയുന്നേ? തൊട്ട് അടുത്തിരിക്കുന്ന ആളുടെ അടുത്തല്ല പറയുന്നേ, എൻ്റെ അടുത്താ ഞാൻ പറയുന്നത്. മതി. കാരണം ഞാനാണ് അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത്. ദൈവപ്രവൃത്തിയെ ഞാൻ തടസ്സപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ പദ്ധതിയെ ഞാൻ തടസ്സപ്പെടുത്തുകയാണ്. എനിക്ക് ഒന്ന് വിചാരിച്ചേ, യേശു അപ്പച്ചൻ ഈ പരീക്ഷയില് തോറ്റുപോയി എന്ന് വിചാരിച്ചോ? ഈ പരീക്ഷയില് എല്ലാ കാര്യവും, അല്ലെങ്കിൽ വേണ്ട ഒരു കാര്യം, അപ്പൊ അല്ലേ ഭയങ്കര വിശപ്പായിരുന്നു. ജീസസിന് അങ്ങനെ മേളിൽ നിന്ന് ചാടണമെന്നൊന്നും തോന്നിയില്ല. ശരി, ആദ്യത്തെ വിശന്ന് 40 ദിവസം വിശന്ന് പൊരിഞ്ഞ് മരുഭൂമിയില്ല. യേശു അത് ചെയ്തെന്ന് വിചാരിച്ചോ? അപ്പം ആക്കി കഴിച്ചെന്ന് വിചാരിച്ചു. നമ്മുടെ അവസ്ഥ എന്തുമായിരിക്കും? യേശു പറയാൻ പറ്റുമോ അവൻ എൻ്റെ മേൽ ഒരു കാര്യം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? തൻ്റെ ഇടം ഉണ്ടോ അതിന്? ഇല്ല. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അവിടുത്തെ പുണ്യാഹ രക്തം നമുക്ക് വേണ്ടി ചിന്തിയത് കൊണ്ടാണ്. ആ രക്തത്തിന്റെ വില പോയോ? ഒറ്റ ചെറിയ കാര്യം കൊണ്ട്, ഒരു ചെറിയ വിശപ്പ് കൊണ്ട് യേശു കർത്താവിനെ കാൽവറിയിൽ നിന്ന് ഉയർത്തെഴുന്നേക്കാൻ പറ്റുമോ? നമ്മൾ ഇന്ന് രക്ഷിക്കപ്പെടുവോ? എന്തുകൊണ്ടാ യേശു അത് ചെയ്യാഞ്ഞെന്നറിയാമോ? യേശു ചെയ്യാവുന്നത് നമ്മളെ ഓർത്തിട്ടാ. അതെങ്ങനെയാ സിസ്റ്ററെ? അന്നേരം വിശന്നു, ശരിയാണോ? എന്നെ എങ്ങനെ അന്നേരം ഓർക്കുന്നേ? കാരണം യേശു തന്നെ പറയുന്നുണ്ട്, ഞാൻ വന്നത് ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ടാണ്. യേശുവിനറിയാം ഞാൻ ലോകത്തിന്റെ പാപം ചുമക്കാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണെന്ന് അറിയാം. ഒറ്റ ഒരു കാര്യം പറഞ്ഞു, ചെറിയൊരു കാര്യത്തിൽ തെറ്റിയാൽ യേശുവിന്റെ രക്തത്തിന്റെ വില ഇന്നത്തെ വിലയല്ല. അതിനകത്തുനിന്ന് ലോകത്തിന്റെ രക്ഷ നടക്കത്തില്ല. നമ്മൾ ഇന്നൊരു തീരുമാനം എടുത്താൽ, നമ്മൾ ഇന്ന് ചില കല്ലുകളുടെ അടുത്ത് നീ അവിടെ നിൽക്ക്, നിന്നെ എനിക്ക് വേണ്ട, എനിക്ക് നീ അപ്പമാകണ്ട എന്ന് പറയുന്നത് നമ്മൾ മാത്രം രക്ഷിക്കപ്പെടാനല്ല കേട്ടോ, ഒരു തലമുറയ്ക്ക് മുന്നോടിയായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മൾ ഇനി നമ്മൾ പുറകെ വരുന്ന തലമുറകൾ നമ്മളെ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ മക്കൾ, നമ്മൾ പാട്ട് പാടുന്നു, പ്രസംഗിക്കുന്നു, ചർച്ചിൽ ഭയങ്കര ലീഡറാണ്, പാസ്റ്ററാണ്, പക്ഷെ നമ്മളെ കാണുന്ന നമ്മുടെ തലമുറകളുണ്ട്. ആ തലമുറയ്ക്ക് നമ്മളുടെ സീക്രറ്റ്സ് അറിയാം. നമ്മളുടെ പോരായ്മകൾ നമ്മളെക്കാട്ടി നന്നായിട്ട് അറിയാം നമ്മുടെ തലമുറയ്ക്ക്. ശരി, തലമുറയ്ക്ക് അറിയണ്ട, പിശാചിന്റെ കോട്ടയാണ്, പൈശാചിക കിങ്ഡത്തിന്റെ നടുക്കാ നമ്മൾ നിൽക്കുന്നേ. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ വളരെ ബോധത്തോടെ വേണം നിൽക്കാൻ. നമുക്ക് ബോധം ഉണ്ടാകണം, എന്തിനാ ഞാൻ ഈ ചെയ്യുന്നത്? ഇതിനകത്ത് ദൈവത്തിന്റെ മഹത്വം എന്താ വരാൻ പോകുന്നത്? ഇതിനകത്ത് ആരാണ് പുകഴ്ച എടുക്കാൻ പോകുന്നത്? ഞാനാണോ? എന്റെ പുകഴ്ചയ്ക്ക് വേണ്ടിയാണോ? ആമേൻ. ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഞാൻ എന്താ ചെയ്യാൻ പറ്റുന്നത്? ആമേൻ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, 4-ാം വാക്യം തൊട്ട്. റോമർക്ക്
Yeah. അടുത്ത എൻ്റെ ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മെ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അടുത്തതോടെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിൽ ഉള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കും. Amen. So, ജഡത്തിന്റെ ചിന്ത മരണം, Amen. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. Amen. സോ ഇതിനകത്ത് തന്നെ എന്തൊക്കെ വലിയ പ്രസംഗങ്ങളാണ് എഴുതി വെച്ചേക്കുന്നത്. ഈ 2-3 വാക്യം വായിക്കുമ്പോൾ തന്നെ അത് വലിയ പ്രസംഗങ്ങളാ. ആമേൻ. ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ. സോ നമുക്ക് കർത്താവ് നമുക്ക് വെറുതെ ഭൂമിയിലോട്ട് നമ്മളെ വിട്ടിട്ട് നീ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചോ, ഞാനിങ്ങനെ കാണിച്ചു തന്നു, നീ ജയിക്കാനായിട്ട് ഞാനിങ്ങനെ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നു, നീ ഇനി എങ്ങനെയൊക്കെ ജീവിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വെറുതെ വിട്ടേക്കാല്ല. നമുക്ക് ഒരു പരിശുദ്ധാത്മാവിനെ വളരെ നമ്മളെ നന്നായി മനസ്സിലാക്കുന്ന, നമ്മളെ നന്നായി സ്നേഹിക്കുന്ന, നമ്മളെ നന്നായി സഹായിക്കാൻ ശക്തിയുള്ള ഒരു പരിശുദ്ധാത്മാവിനെ നമുക്ക് കൂട്ടായിട്ട് തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പം എന്താ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് പ്രാവ്, വെളിച്ചം, വെള്ളം, ദൂത്, പ്രവചനം അല്ലേ? ഭയങ്കര ശക്തിയുള്ളൊരു മനുഷ്യനാ പരിശുദ്ധാത്മാവ്. ദൈവമാ പരിശുദ്ധാത്മാവ്. പിതാവാം ദൈവം എങ്ങനെ നമ്മൾ ബഹുമാനിക്കുന്നോ അതുപോലെ തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കണം. ആ പരിശുദ്ധാത്മാവിന്റെ കൂടെ ജീവിക്കാനാണ് നമുക്ക് ഈ ഒരു ജീവിതം തന്നെ തന്നേക്കുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ ഒരു ചിന്തയുടെ ലാഞ്ചനെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒറ്റ കല്ല് പോലും അപ്പൊ ആകത്തില്ല. ആമേൻ, ആമേൻ. കർത്താവിന് അറിയാം നമ്മൾ ഈ കടന്നു പോകുന്ന കാര്യത്തിനകത്ത് ബുദ്ധിമുട്ടുണ്ടെന്ന്. നമ്മൾ തന്നെയാ ശരി, ആരറിയാൻ പോകുന്നു ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? എൻ്റെ അച്ചാച്ചൻ അറിയത്തില്ല, എൻ്റെ മമ്മി അറിയത്തില്ല, എൻ്റെ പപ്പ അറിയത്തില്ല, എൻ്റെ പാസ്റ്റർ അറിയത്തില്ല. പിന്നെ എന്ത് പറ്റി? ഞാൻ തന്നെ ചെയ്തൂടെ? കുറെ പാകയും പിണക്കവും ഒക്കെ കൊണ്ട് നടന്നൂടെ? പക്ഷെ നമുക്ക് ഏത് നിമിഷത്തിലാണ് നമ്മളെ സഹായിക്കാൻ ഒരു പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് നമുക്കൊരു ബോധം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പറയും, കർത്താവേ എന്നെ സഹായിക്കണം, എനിക്കിപ്പം എൻ്റെ മനസ്സിൽ കൂടെ ഒത്തിരി കാര്യങ്ങൾ പോകുന്നുണ്ട്, ഈ കല്ലൊന്നും അപ്പാകാൻ അനുവദിക്കരുത്, എന്നെ ഒന്ന് സഹായിക്കണം. ആമേൻ എന്ന് പറയുമ്പം പരിശുദ്ധാത്മാവ് വളരെ, ഞാൻ എൻ്റെ ലൈഫിനകത്ത് കണ്ടിട്ടുള്ള ഒരു കാര്യം കേട്ടോ. പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്ത് ഭയങ്കര ക്ഷമയാ. എത്ര പേര് കുട്ടികളെ പഠിപ്പിക്കുന്ന മമ്മിമാരുണ്ട് ഇവിടെ? ആരെങ്കിലും ഉണ്ടോ കുട്ടികളെ ഇരുത്തി വൈകിട്ട് പഠിപ്പിക്കുന്നേ? ശരിയില്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. നമ്മൾ കണ്ടിട്ടുണ്ടോ വീട്ടിൽ ആരെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുന്നേ? എത്ര അടി കൊടുക്കും പിള്ളേർക്ക് മനസ്സിലായില്ലെങ്കിൽ? എത്ര പ്രാവശ്യം നമ്മൾ ശബ്ദം ഉയർത്തും? കാരണം നമുക്ക് പേഷ്യൻസ് ഇല്ല, സമയമില്ല. നമ്മൾ പരിശുദ്ധാത്മാനെക്കാട്ടി ഭയങ്കര ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. പരിശുദ്ധാത്മ ഒറ്റൊരാളേ ഉള്ളൂ. ഈ ലോകം മുഴുവനും നോക്കാൻ സമയമുണ്ട്. നമുക്ക് നമ്മളെ മാത്രം നോക്കിയാൽ മതി. നമുക്ക് പരിശുദ്ധാത്മാവിനെ ഒന്ന് ചിന്തിക്കാൻ പോലും സമയം. നമ്മൾ പരിശുദ്ധാത്മാവിനെക്കാട്ടിലും ബിസിയാ, തോന്നിട്ടില്ലേ? അതുകൊണ്ട് എന്ത് കാര്യം എന്നറിയോ, ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ച ഒരു കാര്യം, പരിശുദ്ധാത്മാവ് എൻ്റെ അടുത്ത് അങ്ങ് ഭയങ്കര ക്ഷമയാ. എങ്ങനെ ക്ഷമ പഠിക്കുന്ന, എങ്ങനെയാ ക്ഷമിച്ച് നിൽക്കുന്ന എൻ്റെ അടുത്ത്? കാരണം ഞാൻ പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ഈ മോളെ നീ ചെന്ന് പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ ഞാൻ ഇറങ്ങാൻ പോകും. മോളെ നീ അത് ചെയ്യില്ലെന്ന് പറയുമ്പം ഞാൻ അത് തന്നെ ചെയ്യും. മോളെ നീ ആ കല്ല് അപ്പം ആക്കല്ലെന്ന് പറയുമ്പം ഇല്ല, എനിക്കിപ്പോൾ തീർത്തിട്ട് തന്നെ അടുത്ത കാര്യം എന്ന് പറയും. ഞാൻ പറയുന്നതും പരിശുദ്ധാത്മാവ് പറയുന്നതായിട്ട് ഒത്തിരി വ്യത്യാസങ്ങളാണ്. എനിക്ക് പരിശുദ്ധാത്മാവായിട്ട് അലൈൻഡ് ആയിട്ട് പോകാൻ പറ്റുന്നില്ല. എൻ്റെ തോൽവിയാണ് അവിടെ തുടങ്ങുന്നത്, എൻ്റെ തോൽവിയാണ്. പക്ഷെ ഇവിടെ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്നു. അനുസരിക്കണമെങ്കിൽ ആരാ അത്? ഒരു അതോറിറ്റി ഉള്ള ആളാണ്, ഒരു നല്ല ആളാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് അനുസരിക്കാനായിട്ട് നമ്മളെ ഒന്ന് താഴ്ത്തി കൊടുത്താൽ, നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെ കരുണയോടെ നമ്മളെ ഒന്ന്, മോളെ നീ കുഴപ്പമില്ലടാ, കുഴപ്പമില്ലടാ, നിനക്ക് പറ്റുകടാ എന്ന് പറയുന്ന
അങ്ങനത്തെ അമ്മമാരില്ലേ ചിലപ്പം, ഇപ്പം മോൻ തോറ്റുപോയി, എക്സാമില് തോറ്റുപോയി. എത്ര പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല മോനെ അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യാം, എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ആ അമ്മയാണോ കുഞ്ഞിനിഷ്ടം, അതോ വടിയും കൊണ്ട് പുറകെ ഓടുന്ന അമ്മയാണോ ഇഷ്ടം? കരുണയോടെ നമ്മുടെ അടുത്ത്, എൻ്റെ അടുത്ത് ഭയങ്കര കരുണയാ പരിശുദ്ധാത്മാവിന്. ഞാനത് ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. കാരണം എത്ര പ്രാവശ്യം ഞാൻ തള്ളിക്കളഞ്ഞാലും, എത്ര പ്രാവശ്യം ഞാൻ ഈ എക്സ്ക്യൂസ് ആ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞാലും, എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ അത്. നമ്മുടെ എല്ലാവരിടത്തും അങ്ങനെ തന്നെ. പക്ഷെ നമ്മൾ അദ്ദേഹത്തിനെ അംഗീകരിക്കത്തില്ല, നമ്മൾ തിരിച്ചറിയുന്നില്ല. കർത്താവ് തന്നേക്കുന്ന ഏറ്റവും വലിയ സഹായമാണ് എന്തുവാ? ദൈവം തന്നെ ഇറങ്ങി വന്ന എന്നെ. ഓക്കെ, ഇപ്പം ട്രംപിന്റെ കാര്യം പറഞ്ഞു. ട്രംപിന്റെ മോൻ ഇപ്പൊ ഇവിടോട്ട് വരുവാന്ന് വിചാരിച്ചോ? ആരൊക്കെ കൂടെ വരും അമേരിക്കയിൽ നിന്ന്? വലിയ വലിയ പോലീസുകാർ വരും. പിന്നെ എന്തൊക്കെ കൊണ്ടുവരും അവരുടെ സെക്യൂരിറ്റിക്ക്. നമ്മളെ കർത്താവിന്റെ അടുത്ത് ചേർക്കുന്നത് വരെ നമ്മുടെ ഉത്തരവാദിത്വം കൊടുത്തേക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കയ്യിലാ. അങ്ങനെ ഒന്ന് കരയുയർത്തുന്ന സ്തോത്രം പറഞ്ഞേ. നമ്മളെ ഒരുക്കാൻ, നമ്മളെ ബലപ്പെടുത്താൻ, നമ്മളെ പഠിപ്പിക്കാൻ, നമ്മളെ നല്ല വഴി പറഞ്ഞു തരാൻ, നമുക്ക് ആലോചന തരാൻ, നമ്മളെ സഹായിക്കാൻ. ഓ എന്റെ കർത്താവേ സ്തോത്രം, താങ്ക് യു ലോർഡ്. പക്ഷെ നമ്മൾ എത്രത്തോളം അനുസരിച്ച് നടക്കുന്നു, അതാ അവിടുത്തെ ചിന്ത. റോമർക്ക് എഴുതിയ ലേഖനം 8:4 വാക്യത്തിൽ പറയുന്നു, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ. നമുക്ക് ആത്മാവുണ്ട്, നമ്മുടെ ആത്മാവും പരിശുദ്ധാത്മാവായിട്ട് ഭയങ്കര കണക്ഷനാ. പക്ഷേ അനുസരണത്തിന്റെ ഫാക്ടർ അവിടെ വേണം. ആമേൻ. അനുസരണം അവിടെ വേണം. അനുസരണം വന്നാൽ നമുക്ക് കല്ല് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റും. കല്ല് അപ്പമാകാതിരിക്കാൻ നമ്മൾ തടസ്സപ്പെടുത്താൻ പറ്റും. പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോകും. ഇനി നമ്മൾ പറയാ, ഓ എന്നെ സിസ്റ്ററെ എനിക്കൊന്നും പറ്റത്തില്ല കേട്ടോ, ഞാനിങ്ങനെയൊക്കെ തന്നെ. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പണ്ട് പറയായിരുന്നു, ഞാനിങ്ങനെയാ. ഞാൻ ചിലപ്പം അച്ഛൻ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പോയി പിണങ്ങിയിരിക്കും. ഞാൻ അങ്ങനെ ശീലിച്ചു പോയി. പിണങ്ങിയിരിക്കാൻ ഭയങ്കര മിടുക്കിയായി. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കൂട്ടുകാരടുത്ത് 1 മാസമൊക്കെ 2 മാസമൊക്കെ ചുമ്മാതെ പോവും. പിണങ്ങിയിരിക്കല്ലേ, അവളെ നോക്കത്തില്ല, അവളുടെ അടുത്ത് മിണ്ടത്തില്ല. അന്ന് ഞാൻ അറിയുന്നില്ല പിശാച് എൻ്റെ പുറത്ത് കയറി കൂടാരം വെച്ചിരിക്കുകയെന്ന് ഞാൻ അറിയുന്നില്ല. ഈ പകാപിണക്കൊന്നും വായിച്ചിട്ടില്ല. വായിച്ചാലും മനസ്സിലാകണ്ടേ. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് വഴക്ക് പറയുമ്പോഴും ഞാൻ പോയി പിണങ്ങിയിരിക്കും. കുക്കെല്ലാം ചെയ്യും, വീട് വൃത്തിയാക്കും, പിള്ളേരെ നോക്കും, കുളിപ്പിക്കും, അച്ഛൻ്റെ ഷർട്ടൊക്കെ തേച്ച് കൊടുക്കും, എല്ലാം ചെയ്തു കൊടുക്കും. പക്ഷെ മിണ്ടാതിരിക്കും. ഇപ്പോഴല്ല കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പ് 25 വർഷം മുമ്പ്. അപ്പം താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അപ്പം ഞാൻ പറയും, അച്ഛാ ഞാൻ ഇങ്ങനെയാണ്, ഐ കനോട്ട് ചേഞ്ച്. എനിക്ക് മാറാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളുടെ കൈയൊന്നും പോക്കാൻ പറയുന്നില്ല, ആരൊക്കെ അങ്ങനെ ഉണ്ടെന്ന്. ഞാൻ അങ്ങനെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ ഇരുത്തല്ലേ പറയുന്നേ. ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക്, നീ എന്താ ഇങ്ങനെ, നീ ഇവിടെ വന്നിരിക്കേ, നീ ഇവിടെ വന്നിരുന്ന് എൻ്റെ അടുത്ത് സംസാരിക്കും, ഞാൻ പറയുന്ന കാര്യം കേക്ക്. ഇല്ല എനിക്ക് കേൾക്കണ്ട, ഞാൻ അവിടെ പോയിരിക്കുക, എനിക്ക് ഇവിടെ ഇരിക്കണ്ട, ഞാൻ അപ്പുറത്ത് പോയിരുന്നോളാം. ഞാൻ ഒത്തിരി പ്രാവശ്യം എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയാ, ഐ കനോട്ട് ചേഞ്ച്. യഥാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ലൈഫിനെ തൊട്ട, യഥാർത്ഥമായിട്ട് ഒരു അനുസരണത്തിന്റെ മനോഭാവം ദൈവസന്നിധിയിൽ നമുക്കുണ്ടായ, നമ്മുടെ മേലിൽ കിടക്കുന്ന നിർബന്ധത്തിന്റെ സ്പിരിറ്റിന്റെ കഴുത്ത് പൊട്ടിപ്പോകും. ആമേൻ. അതൊരു യോക്ക, ഒരു നുകമ, എന്തുവാ, പിണക്കം, പക,
ദൈവത്തിന്റെ വചനത്തിന് അനുസരണം കാണിക്കാൻ ഒരു മനോഭാവം ഉണ്ടായാൽ പരിശുദ്ധാത്മാവ് മാത്രമേ നമ്മൾ അതിനെ ഓർപ്പിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് മാത്രമേ, മോളെ നീ ഇത് വായിച്ചില്ലേടാ, നീ പക പിണക്കൊന്നും വായിച്ചില്ലേ? ആ വായിച്ചു, നീ അത് അനുസരിക്കണ്ടേ, അല്ലേ നീ സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ലേ എഴുതിയേക്കുന്നേ. സ്വർഗത്തിൽ പോകത്തില്ലെന്ന് മാത്രമല്ല അവിടെ എഴുതിയേക്കുന്നത്. എന്തുവാ അവിടെ എഴുതിയേക്കുന്നത്? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയും. അതിനകത്തൊരു മർമ്മമുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞൊരു മർമ്മമാണ്. നമ്മൾ ഇനിയും കർത്താവ് വന്നിട്ട് സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല പറയുന്നേ. നമ്മൾ ഈ സംഭവങ്ങളും കൊണ്ടൊക്കെ നിന്ന് കഴിഞ്ഞാല് ഈ അദൃശ്യ മണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. കാരണം അത് നമ്മുടെ കണ്ണ് ഇരുട്ടിലായി പോകും. ആർക്കൊക്കെ ആത്മയുദ്ധം ഇഷ്ടമുണ്ട്? ആരൊക്കെ ഇവിടെ ആത്മയുദ്ധം ചെയ്യുന്നവരുണ്ട്? ആരൊക്കെ ഇവിടെ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്? ആമേൻ. ആരൊക്കെ രോഗം അടുത്തുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മുടെ അയൽവക്കക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? ആരൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? ഇതെല്ലാം ആത്മയുദ്ധമാണ്. നമ്മൾ ചുമ്മാ കർത്താവെ രക്ഷിക്കണേന്ന് പറയുമല്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൂതന്മാർ വന്ന് വാറുണ്ടാക്കും, അവിടെ യുദ്ധമുണ്ടാകും. അവിടെ നമ്മൾ ഓർക്കുക, കർത്താവെ ഞാൻ രാവിലെ എണീറ്റു, കർത്താവെ എനിക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, എനിക്ക് വസ്ത്രം തന്നതിന് സ്തോത്രം, എന്നെ നടത്തിക്കൊണ്ട് പോയല്ലോ, വണ്ടിയൊന്നും ഇടിക്കാതെ കൊണ്ടുവന്നല്ലോ, അതിന് സ്തോത്രം. അത്രയും പറഞ്ഞപ്പം പ്രാർത്ഥന കർത്താവ് കേട്ടു, അതുകൊണ്ട് ദൂതനെ അയച്ചു, സംരക്ഷണമായിട്ട് വീട്ടിൽ കൊണ്ടുവന്നാക്കി. അതല്ലേ? അതിന്റെ പുറകിൽ എത്ര യുദ്ധം നടന്നു നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവെ എൻ്റെ കുഞ്ഞിന്, കർത്താവെ അവനൊന്നും അനുസരിക്കുന്നില്ല, എൻ്റെ കുഞ്ഞിനെ ഒന്ന് സഹായിക്കണേ. എന്തോ അവിടെ സംഭവിക്കുന്ന അറിയാമോ? അവിടെ ആത്മയുദ്ധം നടക്കുക. നമ്മൾ പ്രാർത്ഥിച്ചപ്പം ദൂതന്മാരെ വിട്ടിട്ട് അവനെ പിന്തുടരുന്ന പിശാചിന്റെ മണ്ഡലത്തെയൊക്കെ പൊട്ടിച്ചു കളയുക. യുദ്ധം നടക്കുന്നുണ്ട്. ആമേൻ. നമ്മൾ ഇതിനകത്ത് നടന്നാല്, ഏതിനകത്ത് നടന്നാല്, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ നടക്കുന്ന അനുഭവങ്ങളൊന്നും നമുക്ക് കണ്ണിന് വെളിപ്പെട്ട് വരത്തില്ല. ആത്മലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും വെളിപ്പെട്ട് വരത്തില്ല. നമുക്കത് പൊട്ടന്മാരെ പോലെ വെറുതെ പ്രാർത്ഥിച്ചു എണ്ണിക്കുന്നു, ആത്മാവിനെ പാടുന്നു, നമ്മളങ്ങ് ജീവിച്ചു പോകുന്നു. കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ? ആത്മലോകത്തിൽ വളരെ ബോധത്തോടെ, ആത്മശക്തിയോടെ, ജയത്തോടെ ജീവിക്കണമെന്നാണ്.